നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, കുട്ടികളായാലും മുതിർന്നവരായാലും. എന്തൊക്കെയാണ് ഈ കാലാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് എങ്ങനെ തടയിടാം? ഇതാണ് ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തേട്ട പുനർജനി ആയുർ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ, എപ്പോഴും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മഴയാണ്, പക്ഷേ ചിലപ്പോൾ നല്ല വെയിൽ കാണാം. അതിനനുസരിച്ച് കുട്ടികളായാലും സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു മഴക്കാലത്ത് ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് കാണാറുള്ളത്? ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൽ നമുക്ക് മഴക്കാലം എന്നതിനേക്കാൾ ഉപരി മിക്കവാറും നമുക്ക് കാലാവസ്ഥ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വെയിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് വെയിൽ, എപ്പോഴാണ് മഴ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയുർവേദത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിൽ ഒരുപാട് പ്രതിരോധ ശേഷി കുറവ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു കാലാവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഇതിൽ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇതൊന്നും ആരും കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധയില്ലാത്തത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇതാണ് ഈ ഒരു സമയത്ത് വരുന്ന അസുഖം എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്നാൽ മിക്ക ആളുകളും ഈ ഒരു രീതിയിലുള്ള ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള, ഉദാഹരണത്തിന് നമുക്ക് കഫക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള, ഇനി അതല്ല കുറച്ച് പ്രായമായ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടുവേദന മുതലുള്ള എല്ലാ ജോയിന്റ് ഡിസോർഡേഴ്സും ഈ ഒരു കാലഘട്ടത്തിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും പനി സർവ്വസാധാരണമായിട്ട് ഈ ഒരു സമയത്ത് കാണാറുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ നമുക്കറിയാം കോവിഡിന്റെ കേസ് വളരെയധികം, അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത് എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു പലപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ വരെ ആളുകൾക്ക് മടിയാണ്. ടെസ്റ്റ് ചെയ്യാത്തവരുടെ കൂടി കണക്ക് നോക്കുമ്പോൾ വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പനി അത് നമുക്ക് കോവിഡ് ആണ്, അല്ലെങ്കിൽ ആ തരത്തിൽ എങ്ങനെ ആ ഒരു പനിയെ നമ്മൾ ട്രീറ്റ് ചെയ്യണം? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് തുടക്കത്തിൽ നമുക്കറിയാം എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. നമുക്കിപ്പോഴും ആ ഒരു സമയം ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി നമുക്കറിയാം നമുക്ക് ജനിതകമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ജീനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴും കോവിഡിൻ്റെ പ്രസൻസ് നമ്മുടെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അത് കൃത്യമായിട്ടുള്ള പരിശോധനകളില്ലാതെ ഇത് കോവിഡാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ഇതൊന്നും ആദ്യം നമ്മളൊരു കോവിഡ് എന്ന് പറയുമ്പോൾ ആളുകൾ വളരെയധികം ആശങ്കയോടെ അല്ലെങ്കിൽ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. ഇന്ന് കോവിഡിന്റെ കേസുകൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു കണക്കിന് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണോ? തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന ഒന്നായിരുന്നു നമ്മുടെ ഫേസ് മാസ്കുകൾ. അപ്പം നമുക്ക് ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തെങ്കിലും മറ്റുള്ള വല്ല അസുഖങ്ങളുണ്ടോ, അതുകൊണ്ടാണോ ഫേസ് മാസ്ക് ഇടുന്നത്? കാരണം ഇപ്പോൾ അധികം ആരും ഇത് യൂസ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമ്മളാണെങ്കിലും ഇപ്പോൾ പോലും നമ്മൾ ആ ഒരു പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ധരിക്കാറുണ്ട്. കാരണം നമുക്ക് വരുന്ന കേസുകൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് എത്രത്തോളം തീവ്രമാവുന്നു എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ആരോഗ്യ വ്യവസ്ഥയെ അനുസരിച്ചിട്ടാണ്. നമുക്കൊരിക്കലും ഇത് എത്രത്തോളം ക്രോണിക് ആവും അല്ലെങ്കിൽ എത്രത്തോളം സീവിയറിറ്റി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. അതിന് മറ്റുള്ള പല ഘടകങ്ങളും ഉണ്ട്. ഒരു ഉദാഹരണത്തിന് ആ ഒരു വ്യക്തിക്ക് ഓൾറെഡി അവർക്ക് പല രീതിയിലുള്ള ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അവർ ഓൾറെഡി ഡയബറ്റീസിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിഡ്നി പ്രശ്നങ്ങളുണ്ട്, ലിവറിന് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ നമുക്ക് ഈവൻ ചെറിയൊരു ജലദോഷം തന്നെ നമുക്ക് ഇത്തിരി കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഈ കോവിഡിൻ്റെ സമയത്ത് തന്നെ നമുക്കറിയാം അത്രയും നമുക്ക് ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില ആളുകൾക്ക് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളില്ലാതെ അത് മാറിപ്പോവാണ് ഉണ്ടായത്. എന്നാൽ മറ്റു ചിലർക്കോ മരണത്തിലേക്ക് വരെ നയിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ജീനിൻ്റെ ഒരു ഇതാണോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെയിനിൻ്റെതാണോ നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിലൊക്കെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ
നമുക്ക് എത്രത്തോളം മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ അലർജി രോഗങ്ങൾ, ഏറ്റവും അലർജി എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണ് നമുക്ക് അലർജി എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ആളുകൾ, അലർജി ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അലർജി മൂലം എന്തൊക്കെ രോഗങ്ങൾ വരാം? നമുക്ക് ഈ അലർജിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ചുമ, വിട്ടുമാറാത്ത ചുമ. അതായത് നമുക്ക് പ്രത്യേകിച്ച് കഫത്തിൻ്റെതായിട്ടുള്ളൊരു തീവ്രത അവിടെ കാണാറില്ല, എന്നിരുന്നാൽ പോലും ഇപ്പോഴും വിട്ടുമാറാത്ത രീതിയിലുള്ള ഒരു കുത്തിയുള്ള ഒരു ചുമ ഭയങ്കര ഇതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും അവർ ഒരുപാട് കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കഫ് സിറപ്പ് അവരായിട്ട് തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും കാര്യമായിട്ടുള്ളൊരു മാറ്റം അവിടെ കാണാറില്ല. അപ്പോൾ ഇത് ക്രോണിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് എന്ന് കരുതുക. അതായത് ഇപ്പോൾ ഈ ഒരു സീസണലായിട്ട് തുടങ്ങിയതല്ല, അവർക്ക് കാലാകാലങ്ങളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പ്രതിരോധ വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം ഇത് നമ്മൾ ഒരു രീതിയിലും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇത് അടുത്തൊരു സ്റ്റേജിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കത് ക്രോണിസിറ്റി കൂടുന്നതും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നതും. അതല്ലാത്ത പക്ഷം നമുക്ക് ഇപ്പോൾ ഈ ഒരു സീസണൽ ആയിട്ട് വന്ന വേരിയേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റിലേ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇളം ചൂടുള്ള പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളത് രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കാനായിട്ട് പറയാറുണ്ട്. ഇനി പാൽ ഇഷ്ടമല്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സീസണൽ ആയിട്ടുള്ള വേരിയേഷൻസിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന അലർജിക് പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതുമൂലം ചുമ പറഞ്ഞു, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്ക് കാരണം വെയിലും ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ മഴ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഊഷ്മാവ് ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മിക്ക ആളുകളുടെയും സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തൊലിപ്പുറത്ത് ഒരു ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അങ്ങനെ ചുറിഞ്ഞ് തടിക്കുകയോ അല്ലെങ്കിൽ ചുറിഞ്ഞ് തൊലി വിട്ടുപോകുന്നതായിട്ടുള്ള അവസ്ഥകളും കണ്ടുവരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിനേക്കാൾ, കാരണം അത് പൂർണ്ണമായിട്ട് നമ്മൾ അലർജിയുടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടൊരു ശമനം മാത്രമാണ് അവിടെ ഉണ്ടാവുക. നേരെ മറിച്ച് നമുക്ക് അത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലമാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് മിക്ക ആളുകളും വെള്ളം ആവശ്യത്തിന് കുടിക്കില്ല. കാരണം നല്ല മഴ പെയ്യില്ല, ഇനി എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? അപ്പം അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ടൊരു ജലത്തിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അത് മഴക്കാലം ആയതുകൊണ്ട് ആവശ്യം അവിടെ കുറയുന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ വെള്ളം ദാഹവും കുറയും. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെ മിക്ക ആളുകളും അത് വെള്ളം കാര്യമായിട്ട് കുടിക്കില്ല. കാര്യമായിട്ടെന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം നമ്മളൊരു ഗ്ലാസ് കഷ്ടി ഒരു 1-2 ഗ്ലാസ് വെള്ളമാണ് കുടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരിക്കലും അതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമുക്ക് മറ്റുള്ള രീതിയിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, വിട്ടുമാറാത്ത മൂത്രപ്പഴുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണ മഴക്കാലത്ത് ഇതുപോലെ മൂത്രാശയ രോഗങ്ങൾ താരതമ്യേന കുറവാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വെള്ളം കുടിക്കാത്തത് മൂലം അതുണ്ടാകാനുള്ള സാധ്യത കൂടുന്നില്ലേ മഴക്കാലത്ത്? തീർച്ചയായിട്ടും നമുക്ക് കുറവാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം നമുക്കിപ്പോൾ വരുന്ന കേസുകളിൽ മിക്ക ആളുകൾക്കും ഈ പറയുന്നത് പോലെ മൂത്രച്ചൂട് ഉണ്ടാകുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം ഇതാണ്. കാരണം നമ്മുടെ കൃത്യമായിട്ട് മഴക്കാലം ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. പിന്നെ മറ്റു ചില ആളുകൾക്ക് ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് ശരീര ഊഷ്മാവ് കൂടുതലായിരിക്കും. അതായത് ഉള്ളിൽ നിന്ന് ആ ഒരു ഉഷ്ണം കൂടുതലായിട്ടുള്ള അവസ്ഥകളുണ്ടാവും. എസ്പെഷ്യലി മെനോപോസൽ ആയിട്ടുള്ള വിമൻ, അതായത് നമ്മൾ ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ ഹോർമോണൽ വേരിയേഷൻസ് അവർക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ അണുബാധകൾ ഉണ്ടാക്കാനുള്ളൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, ഇതിലെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കാലിൽ വളം കടി, ചെറിയ ചെറിയ പുളങ്ങൾ വരുന്നത്, അത് കുട്ടികളിലും കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട് ഈ മഴക്കാലത്ത്. പ്രത്യേകിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനോ വെള്ളത്തിൽ ചവിട്ടാതിരിക്കാനോ കഴിയില്ല. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡോക്ടർ? നമുക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ എല്ലാ റോഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതോടൊപ്പം ഏതെങ്കിലും ചെറിയ രീതിയിൽ മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എലിപ്പനി പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ പുറത്ത് നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്പം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കൈയും കാലൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി തുടയ്ക്കുക എന്നുള്ളത് ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ്. ഇനി അതല്ല, അങ്ങനെ നമുക്ക് അതല്ല കുറച്ചും കൂടി നമുക്ക് ഒത്തിരി കൂടി എക്സ്ട്രാ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് കഴുകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവായിട്ട് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ചില ആളുകൾക്കൊക്കെ വളങ്കടി ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പറമ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അല്പം വേപ്പെണ്ണ കയ്യിലും കാലിലും തടവിയിട്ട് നമ്മൾ പോകാനായിട്ട് വരും. ഒരു പ്രിക്കോഷണറി മെഷറാണത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് കൊതുകാണെങ്കിലും കൊതുകിൻ്റെ ബുദ്ധിമുട്ട് ഇതിനൊക്കെ ഒരു പരിധി വരെ ഈ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഇനി അതല്ല, എന്തെങ്കിലും രീതിയിലുള്ള വളങ്കടി പോലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുമ്പ്, കാരണം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവുന്ന പറഞ്ഞാൽ നമുക്ക് വളങ്കടി വളരെ സിമ്പിളായിട്ടുള്ളൊരു അസുഖമാണെന്നുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം നമുക്ക് മിക്ക ആളുകൾക്കും അവിടെ തൊലിയൊക്കെ പൊട്ടി വിണ്ട് കീറി അവിടെ നിന്ന് പഴുപ്പ് വരുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ഷുഗർ ഉള്ളൊരു വ്യക്തിക്കാണെങ്കിലോ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഫുഡിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, ഭക്ഷ്യവിഷബാധ, അതിപ്പോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ പോലും ഇപ്പോ ഈ അടുത്തിടെ സ്കൂളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ചിലപ്പോ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് ഗുരുതരമാവാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ഭക്ഷ്യവിഷബാധ എന്നുള്ളത് മഴക്കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിസര ശുചീകരണവുമായിട്ട് അതിന് ഒരുപാട് റിലേറ്റഡ് ആണ്. അപ്പൊ ഭക്ഷ്യവിഷബാധയും ഈ ഒരു കാലാവസ്ഥയും എങ്ങനെയാണ് ഡോക്ടർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഒരു ദഹന വ്യവസ്ഥ വളരെ പിന്നിലേക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പൊതുവേ നമ്മുടെ ദഹനം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മിക്ക ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് നമ്മൾ ആയുർവേദ വിധിപ്രകാരം ഓരോ കാലാവസ്ഥയിലും ഓരോ ഋതുഭേദം അനുസരിച്ച് നമ്മൾ ശീലിക്കേണ്ട ഭക്ഷണ രീതികളെ പറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലവരത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ സീസണിൽ ഓരോ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും വരുത്തിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ അല്പം മയം വരുത്തുക. ഉദാഹരണത്തിന് നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഒരു മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ലഘുവായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇളം ചൂടോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്ന രീതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാം. നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മിക്കവാറും അത് ചെറിയ രീതിയിലുള്ള ബാക്ടീരിയൽ ഓവർഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇത് തന്നെ നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ട് നമ്മൾ ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ആരും 100 ഡിഗ്രിയിലിട്ട് തിളപ്പിക്കുമോ അല്ലെങ്കിൽ ഇത്ര നേരം തിളപ്പിക്കുമോ അതൊന്നും അല്ല ചെയ്യുന്നുണ്ടാവും. തണുപ്പ് വിടാനായിട്ട് ഇതാക്കും, അല്ലെങ്കിൽ കൂടിപ്പോയി ഓവനിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇതാക്കും. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു അവിടെ പിന്നെയും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള, കാരണം ഹെവിനെസ് ഗുരുത്വം കൂടുകയാണ് ആ ഒരു ഭക്ഷണത്തിൻ്റെ. ഈ ഗുരുത്വം കൂടുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്കത് ദഹിക്കാതെ ഒരു ആമാവസ്ഥയിൽ ചെന്നിരിക്കുകയും, ആമാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും വിഷത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് പല രീതിയിലായിരിക്കും. എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള ലക്ഷണങ്ങളല്ല കാണുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ദഹന ഇല്ലായ്മ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് ഇഞ്ചി. നമ്മളൊരു ചെറിയ കഷ്ണം, പണ്ടുള്ളവരൊക്കെ പറയും നമ്മളൊരു ഇഞ്ചി ചതച്ച് നീരിറക്കിയാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരിയാണ്, നമ്മൾ ആ ഒരു തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ്. ഇനി ചില ആളുകൾക്ക് ഇത് ഛർദിയായിട്ടോ വയറിളക്കമായിട്ടോ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കൂടുതൽ ഈ മഴക്കാലത്ത് അങ്ങനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ റൂട്ട് കോസാണ്. അപ്പം നമ്മൾ മിക്കവാറും ഇപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആയുർവേദത്തിൽ ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ താൽക്കാലികമായി ശമിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ കുഷ്ഠത്തെ പറയുന്നത്. കുഷ്ഠം എന്ന് പറയുന്നത് ജനറലി എല്ലാ സ്കിൻ ഡിസോർഡേഴ്സിനായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ മറ്റുള്ള ആരോഗ്യം, അതായത് നമ്മൾ വയറിലുള്ളത് എല്ലാ ശാഖകളിലേക്കും പടർന്ന് നമുക്ക് സ്കിൻ ഡിസോർഡേഴ്സ് വരുന്നത് നമ്മൾ ഒരു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ചില ആളുകൾക്കൊന്നും സ്കിൻ കണ്ടീഷൻസ് വരുന്നതിന് പ്രത്യേകിച്ചൊരു റീസണൊന്നും ഉണ്ടാവില്ല. മിക്ക ആളുകളുടെ നമ്മൾ എപ്പോൾ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അവർക്കൊരു സ്കിൻ ഇതുപോലെയുള്ളൊരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെന്തോ മരുന്ന് കഴിച്ചു, അതിനുശേഷമാണ് ചെറിയ രീതിയിലുള്ളൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. പിന്നെ അത് നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്താലും മാറാറില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ ആയുർവേദത്തിൽ ആദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തെ കൃത്യമാക്കുക.
മിക്ക അസുഖങ്ങളും നമ്മൾ അസുഖങ്ങൾ ഏതും ആവട്ടെ നമ്മൾ അതിന് മൂല കാരണമായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ അഗ്നിയിലുള്ള വൈഷമ്യങ്ങളാണ്, അതായത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ. അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പൊതുവേ ദഹന പ്രക്രിയ ഇത്തിരി പിന്നിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പിന്നെയും നല്ല ഹെവി ആയിട്ട് ഇപ്പം നമ്മൾ ദഹിക്കാൻ സാധിക്കാത്തത്, അതെ, നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ, അതെ, ഫാസ്റ്റ് ഫുഡുകളിൽ തന്നെ നമ്മൾ കളറിങ് ഏജൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു കറി വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ കൈയൊക്കെ കഴുകിയാലും ചില ഹോട്ടലിൽ നിന്ന് ഒഴിച്ച കറികളിലൊന്നും ആ കളറ് പോകില്ല. അത്രയും റെഡിഷ് ആയിട്ടായിരിക്കും. ഒരു ഗോബി മഞ്ചൂരി പോലുള്ള ഒരു കറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കയ്യിൽ അത്രയും റെഡ്നെസ് കാണും. കാരണം നമുക്ക് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളൊരിത്. ഒരിക്കലും ഫുഡ് കളേഴ്സ് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നം വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് വിട്ടുമാറാത്ത രീതിയിലുള്ള വൊമിറ്റിംഗ് ആണെങ്കിലും അതുപോലെ ഡയറി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് ഈ പറയുന്നത് പോലെയാണ്, എല്ലാ ആളുകൾക്കും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകളുടെ ശരീരം ഓൾറെഡി വീക്കായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ, അതായത് ഫുഡ് ഇൻഫെക്ഷൻ വന്നത് തന്നെ മരിച്ച കേസുകൾ നമുക്കറിയാം. അപ്പം നമുക്ക് ഇതേ ഫുഡ് കഴിച്ച മറ്റുള്ള ആൾക്കാർ എല്ലാവരും മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആരോഗ്യ സ്ഥിതിക്ക് അനുസരിച്ചാണ് അവരുടെ ശരീരം പ്രതികരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി ജനറലി ഈ ഒരു രീതി നമ്മൾ പിന്തുടരുക എന്നുള്ളത്, അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്രഷായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ഇളം ചൂടോടുകൂടി ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ. നമുക്ക് ഈ ഒരു സമയത്താണ് നമ്മൾ സൂപ്പുകളൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് പറയാം. ഇതൊക്കെ നമുക്ക് സൂപ്പുകളിൽ പ്രധാനമായിട്ട് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കുക, സുഖാക്കുക എന്നുള്ളതിലാണ്. അതുപോലെ രസം പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ നെല്ലിക്കയും കൂടിയിട്ട് അല്പം ഒരു ചമ്മന്തി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനും മറ്റുള്ള ദഹന പ്രശ്നങ്ങൾ മാറ്റുന്നതിനും എഫക്റ്റീവാണ്. ഇനി ദഹനത്തിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പ്രശ്നമാണ്, മിക്ക ആളുകൾക്കും നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കാലാവസ്ഥയിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുള്ളത്, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു വിരേചനം, അതായത് വയറിളക്കൽ നല്ലതാണ് എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ശരീരത്തിൽ ഈ ഒരു പിത്തം എന്ന് പറയുന്നത് കൂടാനുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനാണ് നമ്മളത് ശരിക്കും പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ റെഗുലറായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക ആളുകൾക്കും ഈ ഒരു നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, അതായത് മുമ്പ് കഴിച്ചിരുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ളൊരു നെഞ്ചരിച്ചിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മല്ലി. നമ്മുടെ ഒരു മുഴുവൻ മല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളൊരു 1 ലിറ്റർ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് മല്ലി അതിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ അടുത്ത ദിവസം വേണമെങ്കിൽ പാകത്തിന് ചൂടാക്കി നമ്മൾ അരിച്ചെടുത്ത് ഫ്ലാസ്കിൽ സൂക്ഷിച്ച് പലവട്ടമായിട്ട് കുടിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള നേരങ്ങളിൽ പലവട്ടമായിട്ട് അല്പാൽപമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വിത്തിൻ 1 വീക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന, പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മളിതൊക്കെ പറയുമ്പോൾ മിക്ക ആളുകളും ഇത് ചൂടാറി ഒരുപാട് നേരം വെച്ചിരുന്ന് അടുത്ത ദിവസമൊക്കെ കുടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ജീരകമാവട്ടെ, ഇതുപോലെയുള്ള മല്ലി, ഇങ്ങനെയുള്ള എല്ലാ സ്പൈസസിനും നമ്മളിത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മാറുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ജീരകവെള്ളം ഒരു ബോട്ടിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും അതൊരു ബാഡ് സ്മെല്ലാണ്. ബാഡ് സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും അതനുസരിച്ച് ബാഡ് ആയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അതനുസരിച്ച് ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കുറയുന്നേക്കാൾ കൂടുതൽ വയറ് വീർത്ത് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. നമ്മളെപ്പോഴും ചൂടുള്ള ജീരകവെള്ളം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. നമ്മളത് ജീരകം നല്ലതല്ലേ, എന്നാൽ ശരി ജീരകം ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം, അത്രയേ ഉള്ളൂ. അതിനെന്താണ് ശാസ്ത്രീയ വശം എന്നുള്ളത് ആരും കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ആ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ തന്നെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് ചൂടാറിയിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അന്ന് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു നെഞ്ചിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ ഒന്ന് ക്രമീകരിക്കുന്നതിനൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഭക്ഷണമായാലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളായാലും മാറ്റുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. പക്ഷെ ആരും അത് യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് അതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ജീവിത ശൈലി അതെങ്ങനെയായിരിക്കണം ഡോക്ടർ? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ രാവിലത്തെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കൃത്യസമയത്ത് കിടക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ നിലനിർത്തുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചൂടോടെ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സാധാരണ കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതായിരിക്കും ദോശ, ഇഡ്ഡലി പോലുള്ളത്. പക്ഷെ ഒരുപാട് പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണം ഈ സമയത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുള്ളതിനാൽ ഒരുപാട് പുളിപ്പിച്ച ആഹാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ എരിവും പുളിയും, അമിതമായിട്ടുള്ള എരിവും പുളിയൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കുറയ്ക്കാനും ശ്രദ്ധിക്കുക. പകരം നമ്മൾ വേവിച്ചിട്ടുള്ള പഴങ്ങളാവട്ടെ പച്ചക്കറികളാവട്ടെ ഇതൊക്കെ ധാരാളമായിട്ട്, കാരണം നാരുകൾ ധാരാളം അടങ്ങിയതാണ്, നമ്മുടെ ദഹനത്തെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ഭാഗമാക്കി മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ജലാംശം, കൃത്യമായിട്ടുള്ള ജലാംശം നിലനിർത്തുന്നതിനും നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുക്കിട്ടിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര എഫക്റ്റീവാണ്. അതുപോലെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഈ കിണറ്റിലെ വെള്ളം അപ്പാടെ എടുത്ത് കുടിക്കുന്നത് നല്ല പ്രവണതയല്ല. നമുക്കറിയാം ഒരുപാട് മഞ്ഞപ്പിത്തത്തിൻ്റെ കേസുകൾ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഇതൊക്കെയാണ്. നമ്മൾ നല്ലതല്ലേ, ഫ്രഷാണ്, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളത്തിന് അത്ര ഫ്രഷായിട്ട് ഒന്നുമില്ല എന്നുള്ളതൊക്കെ നമ്മൾ പണ്ടത്തേതാണ്. കാരണം ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. നമുക്ക് അറിയാം നമ്മളൊരു ടോയ്ലറ്റും കിണറും തമ്മിലുള്ള എത്രത്തോളം വ്യത്യാസം വേണം, കിണറ്റിന് ചുറ്റും നമ്മൾ വെക്കേണ്ട മരങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും പാലിക്കാതെയാണ് ഇന്നുള്ള ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ നോക്കി വെച്ചിരുന്നാൽ പോലും ചിലപ്പോൾ അടുത്തുള്ള അയൽവാസികളുടെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന, അമിതമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ നമ്മൾ പൊല്യൂട്ടഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള പല അണുബാധകളും നമ്മൾ തിളപ്പിക്കാതെ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അല്പം പ്രായമായിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഏറ്റവും നമ്മൾ ഒരു എണ്ണ തേച്ചുള്ള കുളി. എണ്ണ തേച്ചുള്ള കുളി നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സാമാന്യേന നമുക്ക് ധാനാന്തരം തൈലം ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നല്ലെണ്ണ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ദേഹം മുഴുവൻ പുരട്ടി തലോടി ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ അവർക്ക് ഈ ഒരു ജോയിൻറ്റ് ഡിസോർഡേഴ്സ് വരാതിരിക്കാനും ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കുന്നതിനൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ്. ഇനി അതല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊലിപ്പുറത്ത് എന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചെറുതായി ചൂടാക്കി അത് ദേഹത്ത് പുരട്ടി കുളിക്കാനാണെങ്കിൽ അപ്പോഴും അത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്കറിയാം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. നമ്മുടെ ജീവിത ശൈലിയിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ഒരു പരിധിവരെ ആരോഗ്യ പ്രശ്നങ്ങളെ തടയിടാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യവാന്മാരായിട്ട് ആരോഗ്യവതികളായിട്ടിരിക്കുക. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.